ഹായ് ഫ്രണ്ട്സ്, ജേസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ മോൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഉടുപ്പും ഷൂവും പിന്നെ ഒരു ഹെയർ ബാൻഡും കൂടിയിട്ടാണ്. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നെറ്റിൻ്റെ മെറ്റീരിയലാണ്. 1/2 മീറ്റർ വർക്കുള്ള മെറ്റീരിയലാണ്, പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ഉടുപ്പിന്. പിന്നെ 3 മീറ്റർ പ്ലെയിൻ നെറ്റ്, അത്രയും യൂസ് ചെയ്തിട്ടില്ല. പകുതി ഒരു അര മീറ്ററൊക്കെ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേറെ ഉടുപ്പിന് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ 2 മീറ്റർ സാറ്റിനാണ് എടുത്തിരിക്കുന്നത്. സാറ്റിൻ 1 മീറ്ററോളം യൂസ് ചെയ്തോളൂ, ബാലൻസ് അങ്ങനെയുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ ഉടുപ്പിന് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചു. വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലാക്കും റെഡും കൂടെ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് വേറെ ഉടുപ്പിന് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ 1 മീറ്റർ കോട്ടൻ്റെ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാകുമ്പോൾ ചൂടുണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇത്രയ്ക്കും ഹെവി ആയിട്ടുള്ള ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യില്ലേ, അപ്പോൾ അത് ഞാൻ ഒരേ സൈഡ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. പക്ഷെ അത് ചെറിയൊരു പിഴവ് പറ്റി. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിക്ക് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഫ്രിൽസ് ഇടാൻ പറ്റാത്തത് കൊണ്ട് മെഷീനിൽ സ്റ്റിച്ച് വീഴുന്നില്ലായിരുന്നു. ഇത്രയ്ക്കും കട്ടിക്കുള്ള ഫ്രിൽസ് ആയതുകൊണ്ട് സ്റ്റിച്ച് വീഴാത്തത് കൊണ്ട് ഞാൻ കൈത്തുന്നൽ കൊണ്ട് തന്നെ തുന്നിയെടുത്തതാണ്. പിന്നെ നമുക്ക് കൈത്തുന്നൽ വെച്ചിട്ട് കുറേ ഉടുപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ ഉടുപ്പ് കൈ കൊണ്ട് തന്നെയാണ് തുന്നി പിടിപ്പിച്ചത്. പിന്നെ ഇതാണ് ഞാൻ ഇങ്ങനത്തെ മോഡലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ യോജിപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വേറൊരു ഉടുപ്പ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ വന്നപ്പോൾ ഇങ്ങനെയായി. എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ മുത്ത് പിടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്കൊരു ഇതൊന്നും അറിയില്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിക്കൊക്കെ ചെയ്തിരിക്കുകയാണ്. ഹെയർ ബാൻഡും ഇതുപോലെ ആദ്യമായിട്ടാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് തന്നെ. അതും എവിടെയും ഞാൻ എന്താ പറയുക, സ്റ്റിച്ചൊന്നും കാണുന്ന രീതിക്കല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് കേട്ടോ പഠിച്ചത്. പിന്നെ അതേപോലെ ഷൂവും യൂട്യൂബിൽ നോക്കി തന്നെയാണ് കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും. പിന്നെ എക്സ്ട്രാ പൂവൊക്കെ പിടിപ്പിച്ച് കൊടുത്തു, മുത്ത് പിടിപ്പിച്ച് കൊടുത്തു. ഗോൾഡൻ കളർ പിടിപ്പിക്കാൻ വിചാരിച്ചു, പക്ഷെ അതിനേക്കാളും ഭംഗി സിൽവർ കളർ ആയതുകൊണ്ട് പിന്നെ അത് ഞാൻ ആദ്യം തന്നെയാണ് 3 എണ്ണത്തിലും പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതുപോലത്തെ ഉടുപ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇതുപോലത്തെ ഉടുപ്പ് ഇനി ചെയ്യുമ്പോൾ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ഇടാം കേട്ടോ. ഇതുപോലത്തെ ഷോപ്പിൽ ഹെയർ ബാൻഡ് ഞാൻ ഇത് മേടിച്ചത് 35 രൂപയോ 40 രൂപയോ ആണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മോളുടെ തലയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കുത്തൽ പോലെയൊക്കെ എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, പക്ഷെ കാണാൻ ഭംഗിയൊക്കെ തന്നെയുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്രയ്ക്കും സിമ്പിളായ സാധനം എന്തിനാ പൈസ കൊടുത്ത് മേടിക്കണേ വിചാരിച്ചു. എവിടെയും ഒരു സ്റ്റിച്ച് കാണാത്ത രീതിക്കാണ് തയ്ച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ പൂ വെക്കില്ല, ആ ഭാഗത്താണ് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. പക്ഷെ അത് കാണില്ല, നമ്മളിങ്ങനെ തലയിലിടുമ്പം എവിടെയും കാണില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാണ് ഷൂ. ഇങ്ങനെ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗി തോന്നില്ല, തലയിലിടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.